ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു ട്രെൻഡാണ്. വേറൊന്നിനും അല്ല അല്ലേ? ഗസ്റ്റ് വരുമ്പം ഒരു ഇംപ്രഷനാണ്. കുനിഞ്ഞ് നൂർന്ന് നടുവൊക്കെ വേദന എടുത്തിട്ടൊക്കെ ആയിരിക്കും ബാക്കിലെ വർക്ക് ഏരിയയിൽ നമ്മളൊക്കെ കിച്ചൺ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, അത്രയധികം ബുദ്ധിമുട്ടാണോ ഒരു കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്? അങ്ങനത്തെ കിച്ചൺ എന്തിനാണോ ദയവ് ചെയ്ത് ഐലൻഡ് കിച്ചൺ അവിടെ കൊടുക്കരുത്. അത് യാതൊരു വിധത്തിലും ചേർന്ന് പോകുന്നില്ല. ആ മൊത്തം ലുക്കിനെ തന്നെ ബാധിക്കും. ഭയങ്കര കോസ്റ്റ് കൂടി പോകുന്നു വെച്ചാൽ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. ഐലൻഡ് കിച്ചൺ അത്ര കൺവീനിയന്റ് അല്ല, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം മടിയുണ്ട്. അതുകൊണ്ട് ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആസ് യൂഷ്വൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കേരളത്തിലെ ഒത്തിരി ആൾക്കാർ വെൽ ട്രാവൽഡ് ആണ് അല്ലെ? അത് ഇപ്പം മാത്രമല്ല കേട്ടോ, പണ്ടും പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുകയും അവിടുത്തെ ആൾക്കാർ എത്ര ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്, അവിടുത്തെ ആർക്കിടെക്ചർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ കാണുകയും പിന്നെ നമ്മളിൽ കുറേ പേര് നന്നായി വായിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം ഇതുപോലത്തെ നമ്മുടെ എക്സ്പീരിയൻസസ് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ കുറേ കൂടെ നമ്മുടെ സ്വപ്ന വീടുകളെല്ലാം പണിതെടുത്തിട്ടുള്ളത് അല്ലെ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഒരു വീട് കെട്ടുന്നത്, അതിനു വേണ്ടി കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു വലിയ സ്വപ്നവും കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോജക്റ്റ്. ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നല്ലൊരു ഡിസൈനറിനെ വെച്ച് നല്ല കോൺട്രാക്ടേഴ്സിനെ കൊടുത്ത് എന്തൊക്കെ ചെയ്താലും ചില സമയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ മിസ്റ്റേക്സ് നമുക്ക് പറ്റും. അത് നിങ്ങൾ ഏത് ഹോം ഓണറിൻ്റെ അടുത്ത് ചോദിച്ചാലും, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ അവിടെയോ എവിടെയോ ഒക്കെ മിസ്റ്റേക്സ് പറ്റും. ആൻഡ് ചില മിസ്റ്റേക്സ് അതിൽ നമുക്ക് കോസ്റ്റ്ലിയർ മിസ്റ്റേക്സ് ആയിട്ട് മാറാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പക്ഷെ ഞാൻ കേരള സ്പെസിഫിക് ആയിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴൊക്കെ കേരളത്തിൽ പോയിട്ടുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ വീടുകൾ കാണുന്ന സമയത്ത്, ഈവൻ വീഡിയോസിലൊക്കെ കാണുമ്പോഴും ചില കാര്യങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ ഇതിങ്ങനെ ചെയ്തിരുന്നാൽ ബെറ്റർ ആയിരുന്നു. അത് യുണീക്ക് ടു കേരളയാണ് കേട്ടോ ഈ മിസ്റ്റേക്സ് ഒക്കെ. അങ്ങനെ ടോപ്പ് 3 എൻ്റെ ലിസ്റ്റിലുള്ള ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ് ഒരു വീഡിയോ ആക്കി പറയാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ചോദ്യം, അതെന്താണെന്ന് അറിയണ്ടേ? നിങ്ങളെ വീട് പണിതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ടോപ്പ് 3 മിസ്റ്റേക്സ് ദാറ്റ് വി മേക്ക് ഇൻ കേരള ഹോംസ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളും ഇതുപോലത്തെ മിസ്റ്റേക്സ് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിലെ ഒരു ട്രെൻഡാണ്, അതായത് 2 കിച്ചൺസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. ഇത് ചില ആൾക്കാർ ചില വീഡിയോസിലൊക്കെ പറയുന്നത് ഈ ഇടയ്ക്ക് വന്ന ട്രെൻഡാണെന്ന്. ഒട്ടുമല്ല, പണ്ട് തൊട്ടേ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് 2 കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇതെനിക്ക് മനസ്സിലായിട്ടേ ഇല്ല ഈ 2 കിച്ചൺ എന്തിനാണെന്നുള്ളത്. ഫസ്റ്റ് കിച്ചൺ, അതായത് മെയിൻ കിച്ചൺ എന്തിനാണ് നമ്മൾ ഇത്രയും രൂപ ചെലവാക്കി ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള അപ്ലയൻസസും നല്ല കൗണ്ടർ ടോപ്പും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ട് എന്തിനാ വെക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. വേറെ ഒന്നിനും അല്ല അല്ലേ? ഗസ്റ്റ് വരുമ്പം ഒരു ഇംപ്രഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ നമുക്ക് വേണ്ടിയാണോ ഒരു ഡ്രീം കിച്ചൺ ഉണ്ടാക്കുന്നത്, അല്ല മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയാണോ? എപ്പോഴും ഉത്തരം നമുക്ക് വേണ്ടിയാണ് എന്ന് തന്നെ ഇരിക്കണം അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഞാനും എൻ്റെ വീട്ടിൽ, അത് ഈവൻ കിച്ചൺ റെനോവേറ്റ് ചെയ്ത സമയത്ത് പോലും, ഞാൻ അത്യാവശ്യത്തിന് ഒരു ചെറിയൊരു ഇൻഡക്ഷൻ അടുപ്പ് മാത്രമാണ് എൻ്റെ യൂട്ടിലിറ്റിയിൽ വെച്ചിട്ടുള്ളത്. ബാക്കി എൻ്റെ മേജർ കുക്കിംഗ് എല്ലാം, ഇൻ സ്പൈറ്റ് ഓഫ് ദ കിച്ചൺ ബീങ് എക്സ്പെൻസീവ്, ഞാൻ എൻ്റെ മേജർ കുക്കിംഗ് എല്ലാം ഞാൻ എൻ്റെ മെയിൻ കിച്ചണിൽ തന്നെ ചെയ്യും. ബിക്കോസ് എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് വേണ്ടി ഒരു ഡ്രീം കിച്ചൺ ചെയ്യുമ്പോൾ ഞാൻ അത് എല്ലാ ദിവസവും ആസ്വദിക്കണം. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ചോദിക്കാനുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം പൈസ ചെലവാക്കുന്നതെന്ന്. അത് മലയാളികൾ മാത്രമല്ല കേട്ടോ, പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സ്പെസിഫിക് ആയിട്ട് മലയാളികൾ അത് ശ്രദ്ധിച്ചിട്ടുള്ളത്, കൂടുതൽ പേരും കേരളത്തിലാണ് ഇങ്ങനെ സ്വന്തമായിട്ട് വീട് കെട്ടണം, ആ ഡ്രീം ഹോം എന്നുള്ള കോൺസെപ്റ്റ് കേരളത്തിൽ ഒരുപാട് അധികമാണ്. ഇത് വീട്ടിന് മാത്രമല്ല കേട്ടോ, നമ്മൾ പല ആൾക്കാരും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രോക്കറി സെറ്റ് മേടിച്ച് നമ്മൾ കിച്ചണിൽ വെക്കും. എന്നാൽ അതൊരിക്കലും തൊടത്തില്ല. അത് ഏതോ ഒരു സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി നമ്മളത് മാറ്റി വെച്ചേക്കും. ഇതൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ വളരെ സാധാരണമായിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുക. വളരെ സാധാരണമായിട്ട് ഒട്ടും സൗകര്യമില്ലാത്ത, ഡ്രോവേഴ്സ് പോലും ഇല്ലാത്ത സാധാരണ കിച്ചൺസിൽ കുനിഞ്ഞ് നൂർന്ന് നടുവൊക്കെ വേദന എടുത്തിട്ടൊക്കെ ആയിരിക്കും ബാക്കിലെ വർക്ക് ഏരിയയിൽ നമ്മളൊക്കെ കിച്ചൺ യൂസ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, അത്രയധികം ബുദ്ധിമുട്ടാണോ ഒരു കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇത്ര അധികം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കിച്ചണാണ് നമ്മൾ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരു കിച്ചൺ നമുക്ക് അല്ലേ? കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇട്ടാലും അത് ഡ്യൂറബിൾ ആയിരിക്കണം,
അത് ഫങ്ഷണൽ ആയിരിക്കണം ആൻഡ് അത് യൂസബിളും ആയിരിക്കണം ആൻഡ് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റണം. സോ ഇത് ലുക്ക് മാത്രമല്ല ഫങ്ഷണലും കൂടിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊന്നും ചില ആൾക്കാർ പറയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഞാൻ വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനത്തെ കിച്ചൺ എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ ഞാൻ അതിനൊരു ഡിസ്ക്ലെയിമർ പറയട്ടെ. എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് ചില മെസ്സി ആയിട്ടുള്ള ഇന്ത്യൻ കുക്കിംഗ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മാവാട്ടുവാണ് ഗ്രൈൻഡറിൽ, ഭയങ്കര നോയ്സിയാണ്, പിന്നെ മെസ്സിയാണ് അല്ലേ. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾക്ക് നമ്മളൊരു വർക്ക് ഏരിയയിൽ ഒരു സെറ്റപ്പ്, അതായത് ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ട് അവിടെ അതിനുള്ള സംവിധാനമൊക്കെ കൊടുത്തൂടെ. ആൻഡ് മാത്രമല്ല ഇപ്പം നമുക്കൊരു ഫിഷ് ക്ലീൻ ചെയ്യണം, പിന്നെ ഹെവി ഫ്രൈയിങ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വലിയ പാത്രങ്ങൾ, അത് ഹെവി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സൗകര്യം ഇല്ല എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ സിങ്ക് കൊടുത്തോളൂ, റസ്റ്റിക് ആയിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഏരിയ യൂസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. പിന്നെ ചിലർക്ക് വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പം മേജർ കുക്കിംഗ് ഒക്കെ അവരല്ലായിരിക്കും വീട്ടിൽ ചെയ്യുന്നത്, ബിക്കോസ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. ആൻഡ് മോർ ഓവർ അവർക്കൊരു കുക്ക് വീട്ടിലുണ്ടാവും. പിന്നെ അവർക്ക് അസൗകര്യമായിരിക്കും ഇങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കിച്ചൺസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹോം കുക്കിന് ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറയും ഓക്കെ, ഒരു വർക്ക് ഏരിയ കിച്ചൺ ഇസ് ആക്ച്വലി എ സെൻസിബിൾ തിങ് ടു ഡു. അപ്പം ഇതിന് എന്ത് തന്നെയാണ് സൊല്യൂഷൻ? ബിക്കോസ് ഞാൻ എപ്പോഴും പറയും ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കാം, പക്ഷെ ഇതിന് എന്ത് തന്നെയാണ് സൊല്യൂഷൻ? ഞാൻ പറയും ഗോ ഹെഡ് ആൻഡ് ഗെറ്റ് യുവർ ഡ്രീം കിച്ചൺ. ബിക്കോസ് നമുക്കിപ്പം കോംപ്രമൈസസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്തോളൂ, പക്ഷേ അതിൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇഷ്ടം പോലെ ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. അത് കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ, നല്ല അപ്ലയൻസസ് ആയിക്കോട്ടെ, ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ടു ലാസ്റ്റ് ലോങ്. അത് കാരണം കിച്ചണിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ മേടിക്കുമ്പോൾ അത് ഹാർഡ്വെയർ ആകട്ടെ കൗണ്ടർ ടോപ്പ് ആകട്ടെ, അത് അതിന് വേണ്ടിയിട്ടുള്ള ഇറ്റ് ഇസ് ഡിസൈൻ ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫങ്ഷണൽ ആയിട്ടും ചെയ്യണം. അപ്പോൾ എസ്തെറ്റിക്കലി ഭംഗിയായിട്ടും ഇരിക്കണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ ഫങ്ഷണൽ ആയിട്ടും കിച്ചൺ ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണ് ഫങ്ഷണൽ ആക്കുക? ഫേസ്റ്റ്ലി ഞാൻ പറയും എല്ലാത്തിനും അതതിൻ്റെതായിട്ടുള്ളൊരു സ്ഥലം ആലൊക്കേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇഫ് യു ആർ ടേക്കിംഗ് യുവർ മിക്സി, അത് അതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ട് കൊടുക്കുക. ഇഫ് യു ആർ ടേക്കിംഗ് എ പെർട്ടിക്കുലർ തിങ് ലൈക്ക് ഒരു ഗ്രോസറി ഐറ്റം ആകട്ടെ അല്ലെങ്കിൽ ഒരു യൂട്ടൻസിൽ ആകട്ടെ, എല്ലാത്തിനും ഡെഡിക്കേറ്റഡ് സ്പോട്ട് കൊടുത്തു കഴിയുമ്പം നമ്മൾ ഉപയോഗിച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കും. അല്ലാതെ അവിടെ ഒരു മെസ് ആകുമോ അല്ലെങ്കിൽ അവിടെ ആകെപ്പാടെ ഒരു ക്ലട്ടർ ആകാനുള്ള ചാൻസ് ഓട്ടോമാറ്റിക്കലി കുറയും. സോ ബേസിക്കലി ഞാൻ എന്താ പറയുന്നത്, ഓർഗനൈസ് യുവർ കിച്ചൺ. പിന്നെ വേറൊരു കാര്യം, ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇഷ്ടം പോലെ അടിപൊളി ഹൈ എൻഡ് പ്രോഡക്ട്സ്, ഹൈ എൻഡ് ഷട്ടേഴ്സ്, ഹൈ എൻഡ് ഹാർഡ്വെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വാങ്ങിക്കുമ്പം കുറച്ചുകൂടി മേ ബി ഒരു ഓവറോൾ ബഡ്ജറ്റിൽ ഒരു ഇച്ചിരി കൂടി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, പക്ഷെ ഗോ ഫോർ ദാറ്റ്, ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് ലെവൽ, ഗോ ഫോർ ദാറ്റ്. ബിക്കോസ് ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കിച്ചൺ നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനും അപ്പോൾ പറ്റണം. സോ മെയിൻലി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പോട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ക്ലീൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈറ്റർ ഷെയ്ഡ്സ്, ലൈറ്റർ കളേഴ്സിലുള്ള ക്വാഡ്സ് കൗണ്ടർ ടോപ്പ് സ്റ്റെയിൻസ് വരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ക്വാഡ്സ് കൗണ്ടർ ടോപ്പിൽ അങ്ങനെ സ്റ്റെയിൻസ് വന്നൂടാ. പിന്നെ കുറേ കാലത്തേക്ക് മഞ്ഞളും അതുമൊക്കെ അതിൽ വീണ് കിടക്കുവാണെങ്കിൽ പ്രോബബ്ലി കുറച്ച് സ്റ്റെയിൻ അതിലായിരിക്കാം. പക്ഷെ ഐ വുഡ് സേ അത് വർക്ക് തീർന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്താൽ ഒരു കാലത്തും ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് അർത്ഥം. സോ ക്ലീൻ ഇമ്മീഡിയറ്റ്ലി, ക്ലട്ടർ ഫ്രീ ആയിരിക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ മൊത്തം വീട്ടിലുള്ള ആൾക്കാർ ആരൊക്കെ കിച്ചണിൽ പോകുന്നു, ഇൻക്ലൂഡിങ് യുവർ ചിൽഡ്രൻ, അവരെല്ലാവരെയും ട്രെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്താൽ എടുത്തിടത്ത് തന്നെ തിരിച്ചു വെക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു കളക്റ്റീവായിട്ട് ഒരു എഫേർട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ കിച്ചൺ നിങ്ങൾക്ക് എല്ലാ ദിവസവും നന്നായിട്ട് ആസ്വദിക്കാനും പറ്റും. ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഒരു ഫ്യൂ മന്ത്സിന് ഒരിക്കലെങ്കിലും എൻ്റെ അപ്ലയൻസസ് എല്ലാം ഒന്നുകൂടി ഓവർഹോൾ ചെയ്യുക, അതായത് ഒരു സർവീസ് ചെയ്യുക. മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഒരാളെ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി, അതായത് എന്തെങ്കിലും ഗ്രീസ് ഒക്കെ മേളത്തെ ഷട്ടേഴ്സിലൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ കാർപ്പൻറ്ററിനോട് പറഞ്ഞാൽ തന്നെ അവർ ആളെ വിടും. അല്ലാന്നുണ്ടെങ്കിൽ ബിക്കോസ് അവർക്ക് അറിയാം സ്ക്രാച്ചസ് ചെയ്യാണ്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. സോ ദേ വിൽ സെൻഡ് സംബഡി. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് ഒരു 6 മന്ത്സിന് ഒരിക്കൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ഹെവി മെയിൻ്റനൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത വിഷയം എന്താണെന്ന് അറിയണ്ടേ? ഐലൻഡ് കിച്ചൺ. ഇപ്പം അതൊരു ഭയങ്കര ട്രെൻഡായി മാറി കേട്ടോ, പ്രത്യേകിച്ച് കേരളത്തിൽ. എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ കിച്ചൺസ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വരുന്ന എന്തൊക്കെ ബ്യൂട്ടിഫുൾ കിച്ചൺസ് ഉണ്ടോ അതിലൊക്കെ ഒരു വലിയ ഹ്യൂജ് ഐലൻഡ് ഉണ്ടാവും.
സോ ടിപ്പിക്കലി ഇതെല്ലാം ഒന്നെങ്കിൽ റെൻഡേർഡ് ഇമേജസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ റിയൽ ടൈം ഇമേജസ് ആണെങ്കിലും ഇതൊക്കെ യൂറോപ്യൻ കിച്ചൺസും പുറത്തുള്ള ഇറ്റാലിയൻ കിച്ചൺസും ഒക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്തുവിടാന്നൊന്നും ഇല്ല കേട്ടോ. ഞാനും ഇഷ്ടംപോലെ ഐലൻഡ് കിച്ചൺസ് എൻ്റെ ക്ലയൻസിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ ഡ്രീം കിച്ചൺ ഒരു ഐലൻഡ് കിച്ചൺ ആണ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്പർ 1 കാര്യം എന്താണെന്നറിയോ? ഐലൻഡ് കിച്ചൺ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിയൊരു സ്പേസ് വേണം. ഹ്യൂജ് സ്പേസസിലെ നമുക്ക് ഐലൻഡ് കിച്ചൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ കിച്ചണിൽ വളരെ ചെറിയ ഐലൻഡേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഐലൻഡ് ചെയ്യുമ്പോൾ കാണാൻ അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വരത്തില്ല. സോ ദാറ്റ് ഇസ് വൈ ഐ സേ ഹ്യൂജ് സ്പേസ് ആണെങ്കിൽ മാത്രമേ ഐലൻഡ് കിച്ചൺ ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കാവുള്ളൂ. എൻ്റെ വേറെ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നിങ്ങൾ ഇഷ്ടംപോലെ പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എത്ര വലിയ കിച്ചൺ ആണെങ്കിൽ എനിക്ക് ഐലൻഡ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ വുഡ് സേ ഒരു 13 feet to 15 feet എങ്കിലും ഉണ്ടാകണം ഒരു ഫുൾ ലെങ്ത്. മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ, അതായത് എത്ര കൗണ്ടർ ടോപ്പ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എൽ ഷേപ്പ് വിത്ത് എൻ ഐലൻഡ് ആണോ, ഫുൾ യു ഷേപ്പ് കിച്ചൺ വിത്ത് എൻ ഐലൻഡ് ആണോ, അല്ലെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ വെളിയിലോട്ട് യൂട്ടിലിറ്റിയിലോട്ട് പോകാനുള്ള ഡോർ ഉണ്ടോ, എൻട്രൻസ് ഡോർ എവിടെയാണ് വരുന്നത്, ഓപ്പൺ കിച്ചൺ ആണോ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് ഒരു ഐലൻഡ് കിച്ചൺ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ബേസിക്കലി എൻ്റെ പ്രിഫറൻസ് എന്തായിരിക്കും, ഒരു ഐലൻഡ് കിച്ചൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കിച്ചൺ മാത്രമല്ല, ഒരു ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ കാണാൻ കുറേ കൂടെ ഭംഗിയായിരിക്കും. ആക്ച്വലി ഓപ്പൺ കിച്ചണിലാണ് ഐലൻഡ് അടിപൊളിയായിട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഫങ്ഷണൽ ആണോ ഐലൻഡ് കിച്ചൺ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്ന് വെച്ചാൽ ഐലൻഡ് കിച്ചൺസ് കൺവീനിയൻ്റ് ആണോ എന്ന്. അക്കോർഡിംഗ് ടു മീ ഐലൻഡ് കിച്ചൺ അത്ര കൺവീനിയൻ്റ് അല്ല ഇഫ് യു ഹാവ് എ യു ഷേപ്പ് മോഡൽ. അതായത് യു ഷേപ്പിൽ ഫുൾ കിച്ചണും നടുക്ക് ഐലൻഡ് ആണെങ്കിൽ മറ്റേ സൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം. എസ്പെഷ്യലി വെൻ യു ഹാവ് എ ഹ്യൂജ് സ്പേസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തന്നെ ഒരു പ്രശ്നമാവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഈ സൈഡിലോട്ട് തന്നെ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം മടിയുണ്ട്. അതുകൊണ്ട് മറ്റേ സൈഡിൽ നിങ്ങൾ വെറും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണോ കൊടുക്കാൻ പോകുന്നത്, ദെൻ ഇറ്റ് ഇസ് ഓക്കെ. മറ്റേ സൈഡിൽ സിങ്കും ഈ സൈഡിൽ അടുപ്പും വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണമെങ്കിൽ അത് ടോട്ടൽ ഒരു വേസ്റ്റായി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐലൻഡ് കിച്ചൺ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി കെട്ടിയിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഐലൻഡ് കിച്ചൺ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ചാലഞ്ചസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ അണ്ടർനീത്ത് ദ ഫ്ലോറിംഗ് നമ്മളിപ്പം കുറച്ച് വയറിങ് ചിലപ്പോൾ കൊടുക്കേണ്ടതായിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ഐലൻഡ് കിച്ചൺ ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം അവിടെ നമ്മൾ അടുപ്പാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പം ഗ്യാസ് സിലിണ്ടറിനുള്ള പ്രൊവിഷൻ വേണം, അല്ലെങ്കിൽ കോപ്പർ പൈപ്പിംഗ് കൊടുക്കണം അല്ലേ ഫ്ലോറിങ്ങിൻ്റെ അടി കൂടെ. മാത്രമല്ല ഇലക്ട്രിക്കൽ പോയിന്റ്സ് വേണ്ടിയിരിക്കുന്നു. ഇപ്പം സിങ്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ പ്ലംബിംഗ് ലൈൻസ്, ഇലക്ട്രിക്കൽ പോയിന്റ്സ്, ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. സോ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഐലൻഡ് വെക്കാം എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എവിടെയൊക്കെ ഐലൻഡ് കിച്ചൺ ഞാൻ വേണ്ടാന്ന് പറയും, വളരെ ചെറിയ കിച്ചൺ ആണ് എന്നാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ഐലൻഡ് കിച്ചൺ അവിടെ കൊടുക്കരുത്. പ്രോബബ്ലി ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഒരു ചെറിയ സ്മോളർ ഐലൻഡ് പോലെ ഒരു വീൽസ് ഒക്കെ ഉള്ള മൂവബിൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്തോളൂ. ദാറ്റ് ഷുഡ് ബി ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. പിന്നെ ഓപ്പൺ കോൺസെപ്റ്റ് ആണ്, ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ ഐലൻഡ് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഐലൻഡ് കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് കോംപ്രമൈസ്. ഓക്കെ, എനിക്ക് ഇതും വേണം അതും വേണം, അതുകൊണ്ട് ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ക്വാർട്സ് സ്റ്റോൺ വേണമായിരുന്നു പക്ഷെ ഐലൻഡും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്വാർട്സിൻ്റെ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് ഗ്രാനൈറ്റ് ചിലപ്പം ചിലർ ഇടാറുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഡിസൈനിന് ക്വാർട്സ് ലൈറ്റർ ഷെയ്ഡ്സേ വേണ്ടുള്ളൂ, അതേ ചേരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ കോംപ്രമൈസ്ഡ് ആകാതെ ഇരിക്കുക. അപ്പോൾ ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണെങ്കിൽ ഞാൻ പറയും ഐലൻഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഐലൻഡ് കിച്ചൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തവർ അതിന് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനാണ് പെനിൻസുല കിച്ചൺ എന്ന് പറയും. അതായത് എൽ ഷേപ്പോ യു ഷേപ്പ് ആയിട്ടുള്ള ഒരു കിച്ചൺ, ജി ഷേപ്പ് ആയിട്ടുള്ള ഒരു കിച്ചൺ ചെയ്തിട്ട് അതിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു സൈഡിൽ ഒരു വാളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഐലൻഡ് ചെയ്യുവാണെങ്കിൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ നമുക്ക് തോന്നിക്കും, പക്ഷെ കുറച്ചുകൂടെ ബിഗർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ സെർവ് ലൈക്ക് എൻ ഐലൻഡ്, പക്ഷെ നമുക്ക് ഫുള്ള് ചുറ്റി വരാൻ പറ്റത്തില്ല, ഒരു സൈഡ് അറ്റാച്ച്ഡ് ആയിരിക്കും വാളിൽ. അതൊരു നല്ല ഓപ്റ്റിമം ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കോർണർ ടേബിൾ കൊടുക്കുക. ഇപ്പോൾ ഐലൻഡ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ടേബിൾ അല്ലെങ്കിൽ ഒരു കോർണർ ടേബിൾ വിത്ത് 2 കസേര, അവിടെ നിങ്ങൾക്ക് ഇരുന്ന് ഇപ്പം മലക്കറി അരിയാനും അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഇരുന്ന് ചെയ്യേണ്ട ചില ജോലികൾ കാണും അല്ലേ.
അപ്പോൾ അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോർണർ ടേബിൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. മൂന്നാമത്തെ വളരെ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളികൾക്ക് വളരെ റസ്റ്റിക് ആയിട്ടും ഏർതി ആയിട്ടുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചില ആൾക്കാർ യൂറോപ്യൻ സ്റ്റൈൽ, കൊളോണിയൽ സ്റ്റൈലൊക്കെ ചെയ്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസിൽ ഇപ്പം ഞാൻ പുതിയ പുതിയ വീടുകൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടായിരുന്നു. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്. അതിലിങ്ങനെ ആത്തൻകുടി ടൈൽസ്, ചെട്ടിനാട് ഫ്ലോറിംഗ് ഒക്കെ ആയിട്ട് വളരെ റസ്റ്റിക് ആയിട്ടുള്ളൊരു വീട് കേട്ടോ. പക്ഷെ എന്നിട്ട് അവരെ കിച്ചൺ ആണെങ്കിൽ ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ കിച്ചൺ കംപ്ലീറ്റ്ലി ഒരു ഓക്ക് വുഡിന്റെ കളർ, ലൈറ്റ് ഓക്കിന്റെ കളറിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആൻഡ് ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള വീടുമായിട്ട് അത് യാതൊരു വിധത്തിലും ചേർന്ന് പോകുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ തന്നെ ചിലർ ചോദിക്കും വൈ നോട്ട്, എനിക്ക് അതാണ് ഇഷ്ടം എന്ന്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു നല്ലൊരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെ ഒരു നല്ലൊരു ഡിസൈൻ ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ അതൊരു തീമായിട്ടിരിക്കണം. ഇപ്പൊ അത് വേറെ തന്നെ സ്ഥലത്താണ്, അത് നേരിട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓക്കെ. എന്നാൽ പോലും എനിക്കത് ഇഷ്ടമില്ല, സ്റ്റിൽ ഐ വുഡ് സേ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഒരു ലുക്ക് നഷ്ടപ്പെടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ടോട്ടലി ഒരു ട്രഡീഷണൽ സെറ്റപ്പിലായിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് കണ്ടംപററി ആയിട്ട് ഒരു TV യൂണിറ്റ് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഭയങ്കര ബോറായിരിക്കും അല്ലേ? അതേപോലെയാണ് കണ്ടംപററി സ്റ്റൈലിൽ ഒരു കിച്ചൺ പണിത് വെക്കുകയാണെങ്കിൽ അത് ആ മൊത്തം ലുക്കിനെ തന്നെ ബാധിക്കും. അപ്പം സെയിം തിങ് അപ്ലൈസ് ടു ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കണ്ടംപററി ആയിട്ടുള്ള ഒരു വീട് പണിതിട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വുഡ് കൊണ്ട്, തേക്ക് കൊണ്ടൊക്കെ പണിത് വെച്ച ഒരു കിച്ചൺ ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും? ഓഫായിരിക്കും. സോ അതേപോലെ തന്നെയാണ് ഫർണിച്ചറിലും. നമ്മളിപ്പം കണ്ടംപററി ആയിട്ടുള്ള ഒരു വീട്ടിൽ വളരെ നാടനായിട്ടുള്ള ഫർണിച്ചർ ഇട്ടാൽ എങ്ങനെയായിരിക്കും? ചേരത്തില്ല. സോ എല്ലാത്തിനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിക്സ് ആൻഡ് മാച്ച് എങ്കിലും നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ അതിന് മിസ്റ്റേക്ക് എന്ന് തന്നെ വിളിക്കും. കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടും ലാമിനേറ്റിൽ തന്നെ നമുക്കൊരു റസ്റ്റിക് ലുക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ് അത് റസ്റ്റിക് ആക്കുക? ഇപ്പം നമുക്ക് ചെലവ് കുറയ്ക്കണം. പ്രോപ്പർ വുഡിനെ പോലെ ഫീലുള്ള, വുഡിനെ പോലത്തെ ഗ്രെയിൻസ് ഉള്ള ലാമിനേറ്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ അത് പ്രോപ്പറായിട്ട് വൈസായിട്ട് ആ ഫർണിച്ചറുമായിട്ടൊക്കെ ലൈറ്റ് ആയിട്ടെങ്കിലും മേർജ് ചെയ്ത് പോകുന്ന പോലെ, അതായത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആകാൻ പാടില്ല, മേർജ് ചെയ്ത് പോകുന്ന പോലത്തെ ലാമിനേറ്റ് ഷീറ്റ്സ് എടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഓഫ് വൈറ്റ് കളർ. ഓഫ് വൈറ്റ് കളേഴ്സ് യൂഷ്വലി എല്ലാ റസ്റ്റിക് ഇതിന്റെ കൂടെയും ചേർന്ന് പോകും. ഓഫ് വൈറ്റിൽ ഇപ്പൊ പാനൽ ഫിനിഷ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലത്തെ ഷട്ടേഴ്സ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു നമ്മളൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റസ്റ്റിക് സ്റ്റൈലിലോട്ട് നമ്മൾ വരും. രണ്ടാമത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈൽസ് ഇല്ലേ, അത് ബാക്ക് സ്പ്ലാഷ് ഇല്ലേ, അതിൽ നമുക്ക് എന്തെങ്കിലും പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റും. അതിലെന്തെങ്കിലും ചെറിയ മോട്ടീവ്സോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റസ്റ്റിക് സ്റ്റൈൽ അതിൽ കൊണ്ടുവരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അത് മേർജ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് 1-2 ടിപ്പാണ്. അങ്ങനെ പല പല ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ കീപ് വാച്ചിങ്. ബൈ.